അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയ വലിയ ഒരു സമ്മാനമാണ് നമ്മളുടെ മക്കൾ എന്ന് പറയുന്നത്. ആ മക്കൾ നല്ലവരായി തീരാൻ, മക്കളുടെ സ്വഭാവം നന്നാവാൻ, മക്കൾ പഠിച്ച് നല്ലൊരു നിലയിലെത്താൻ, മക്കൾക്ക് നല്ല ജീവിതം ലഭിക്കാൻ ഏതൊരു രക്ഷിതാവും ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പറയുന്നത് നമ്മളെ മക്കൾ നല്ലവരായി തീരാൻ, നമ്മളെ മക്കൾ സ്നേഹമുള്ള മക്കളാവാൻ ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളെ കുറിച്ചാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രയാസങ്ങൾ അകറ്റിത്തരട്ടെ, കഷ്ടപ്പാടുകൾ അകറ്റിത്തരട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. എല്ലാവർക്കും സന്തോഷല്ലേ, റാഹത്തല്ലേ? ഇൻഷാ അല്ലാഹ് എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ഖൽബ് കൊണ്ട് ഒരു അൽഹംദുലില്ലാ പറയൂ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. നിങ്ങൾ ആ പറഞ്ഞ അൽഹംദുലില്ലാ കമന്റിലൊന്ന് എഴുതി വിടണം. എത്ര ആളുകൾ അൽഹംദുലില്ലാ പറഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ക്ലാസ് കേൾക്കുന്നവരെ മുഴുവനും അള്ളാഹു സ്വീകരിക്കട്ടെ. എന്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവില് നമ്മൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്, ഒരുപാട് സമ്മാനങ്ങൾ നൽകിയിട്ടുണ്ട്. ആ സമ്മാനങ്ങളിൽ വെച്ച് വലിയ ഒരു സമ്മാനമാണ് നമ്മളുടെ മക്കൾ എന്ന് പറയുന്നത്. ആ മക്കൾ സ്വാലിഹീങ്ങളാവാൻ നാം ആഗ്രഹിക്കുന്നുണ്ട്. മക്കൾ പഠിച്ച് നല്ല ഒരു നിലയിലെത്താൻ നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ട്. മക്കളുടെ ദുസ്വഭാവങ്ങൾ മാറാൻ നാം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. മക്കൾക്ക് നല്ല ഒരു ദാമ്പത്യ ജീവിതം ലഭിക്കാൻ, നല്ല ഒരു ജീവിതം ലഭിക്കാൻ, നല്ല ഒരു ജോലി ലഭിക്കാൻ നാം എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. എങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 10 കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പറയാൻ പോകുന്നത്. നമുക്കറിയാം, ഓരോ ദിവസവും ഓരോ ദുരന്തങ്ങളുടെ സങ്കടപ്പെടുത്തുന്ന വാർത്തകളാണ് ഞാനും നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നത്. ക്ലാസിന്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് ഞാൻ 2 വാർത്ത കേൾപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള വാർത്തകളാണ് ഓരോ ദിവസവും കേൾക്കുന്നത്. മക്കൾ ആത്മഹത്യ ചെയ്യുന്നു, പ്രേമത്തിന്റെ പേരിൽ കൊലപാതകങ്ങൾ നടക്കുകയാണ്, മയക്കുമരുന്നിൽ മക്കളെ പിടിക്കപ്പെടുകയാണ്, മദ്യം ഉപയോഗിച്ചതിന്റെ പേരിൽ മക്കൾ പരസ്പരം ശണ്ട കൂടുകയാണ്, അതുപോലെ തന്നെ MDMA പേരിൽ നമ്മളെ മക്കളെ പിടിക്കപ്പെടുകയാണ്. അള്ളാഹു കാക്കട്ടെ. നമ്മളെ മക്കൾക്ക് അള്ളാഹു നല്ല മനസ്സ് കൊടുക്കട്ടെ. ഒരുപാട് രക്ഷിതാക്കള് മക്കളുടെ ദുസ്വഭാവം കാരണം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞ രക്ഷിതാക്കളൊക്കെ ഉണ്ട്. ആ രക്ഷിതാക്കളുടെ മക്കളെ അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ, അള്ളാഹു സാലിഹീങ്ങളാക്കട്ടെ. ഞാൻ ഈ പറയാൻ പോകുന്ന 10 കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് നമ്മളെ മക്കൾ സ്വാലിഹീങ്ങളാകും, സ്നേഹമുള്ള മക്കളാകും എന്നുള്ളതാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന 10 കാര്യങ്ങളിൽ 5 കാര്യങ്ങൾ ആത്മീയപരവും 5 കാര്യങ്ങൾ സൈക്കോളജിക്കലുമാണ്. ഇൻഷാ അല്ലാഹ് അവസാനം വരെ എല്ലാവരും കേൾക്കുക. നമ്മളെ മക്കൾ നന്നാവാൻ ഒന്നാമതായി നാം ശ്രദ്ധിക്കേണ്ടത് അദ്ദുആഉ, പ്രാർത്ഥന തന്നെയാണ്. പ്രാർത്ഥനയാണ് മക്കൾ നന്നാവാൻ ഏറ്റവും നല്ലത് എന്ന് മഹാന്മാരുടെ അമ്പിയാക്കളുടെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നമ്മൾക്ക് കാണാവുന്നതാണ്. മാതാപിതാക്കള് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അള്ളാഹു തട്ടുകയില്ല എന്ന് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മക്കൾക്ക് പ്രാർത്ഥിക്കാൻ പ്രത്യേകമായ ഒരു സമയം ഓരോ രക്ഷിതാക്കളും കണ്ടെത്തേണ്ടതുണ്ട്. മക്കൾ ഉണ്ടായതിനു ശേഷവും മക്കൾ ഉണ്ടാകുന്നതിന്റെ മുമ്പും മക്കൾ സ്വാലിഹീങ്ങളാകാൻ, മക്കളുടെ സ്വഭാവം നന്നാവാൻ ഓരോ രക്ഷിതാക്കളും പ്രാർത്ഥിക്കണമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മക്കൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ പ്രാർത്ഥനയിൽ ഇൽഹാവ് വേണമെന്ന് പറഞ്ഞാൽ മക്കളുടെ കാര്യത്തിൽ അള്ളാഹുവിനോട് വാശി പിടിച്ച് ദുആ ചെയ്യണമെന്നാണ്. അഥവാ റബ്ബേ, എന്റെ മക്കളെ നീ നന്നാക്കി തരിക തന്നെ വേണം, എന്റെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. ഇങ്ങനെ മക്കൾക്ക് വേണ്ടി അള്ളാഹുവിനോട് വാശി പിടിച്ചു ദുആ ചെയ്യണമെന്നാണ് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അമ്പിയാക്കളുടെ പ്രാർത്ഥന അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. സക്കരിയ നബി നല്ല മക്കൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്ത് ഇങ്ങനെയാണ്: റബ്ബി ഹബിലി മിൻ ലദുൻക ദുരിയത്തൻ ത്വയ്യിബ. അള്ളാഹുവേ, നിന്നിൽ നിന്ന് എനിക്ക് നല്ല മക്കളെ നൽകണേ, സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ എന്നാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് മക്കളെ നൽകണേ എന്ന് മാത്രം ദുആ ചെയ്താൽ പോരാ, സ്വാലിഹീങ്ങളായ ത്വയ്യിബത്തായ നല്ല സ്വഭാവമുള്ള അച്ചടക്കമുള്ള സ്നേഹമുള്ള മക്കളെ നൽകണേ എന്ന് തന്നെ ദുആ ചെയ്യണം. അങ്ങനെയാണ് അമ്പിയാക്കൾ ദുആ ചെയ്തിട്ടുള്ളത്.
മഹാനരായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിലുണ്ട്. റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളിൽപ്പെട്ട മക്കളെ എനിക്ക് നൽകണേ അല്ലാ. ഇങ്ങനെയാണ് ഇബ്രാഹിം നബി ദുആ ചെയ്തത്. അപ്പൊ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ സ്വാലിഹായ മക്കളെ നൽകണേ എന്ന് പ്രത്യേകം ദുആ ചെയ്യേണ്ടതുണ്ട്. മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ വാശി പിടിച്ച് തന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ നമ്മളെ മക്കൾ നന്നാകും, സ്നേഹമുള്ള മക്കളാകും. അള്ളാഹു മക്കളെ അങ്ങനെ ആക്കി തരട്ടെ. രണ്ടാമത്തെ കാര്യം, രക്ഷിതാക്കള് മാതൃകാപരമായി ജീവിക്കുക എന്നുള്ളതാണ്. മഹാന്മാര് പറയുന്നുണ്ട്, അൽ അബ്നാഉ സിർറു അബവൈഹി, മക്കള് മാതാപിതാക്കളെ രഹസ്യമാണ്. മാതാപിതാക്കളുടെ സ്വഭാവം എങ്ങനെയാണ്, അവര് വീട്ടിൽ എങ്ങനെയാണ് പെരുമാറുന്നത്, എന്താണ് സംസാരിക്കുന്നത്, എന്താണ് ചെയ്യുന്നത്, അതായിരിക്കും നമ്മളെ മക്കൾ ചെയ്യുക. അതുകൊണ്ട് മാതാപിതാക്കള് മാതൃകാപരമായി ജീവിച്ചാൽ നമ്മളെ മക്കളും ആത്മീയപരമായി ഉന്നതയിൽ നിന്ന് ഉന്നത തലങ്ങളിലേക്ക് എത്തുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. നമ്മളെ മക്കൾക്ക് മനസ്സിലാവണം, എൻ്റെ ഉമ്മ എനിക്ക് മാതൃകാപരമായിയാണ് ജീവിക്കുന്നത്, ആത്മീയതയിലൂടെയാണ് എൻ്റെ ഉമ്മ ജീവിക്കുന്നത്, എൻ്റെ ഉപ്പ ജീവിക്കുന്നത് എന്ന് നമ്മളെ മക്കൾക്ക് ബോധ്യപ്പെട്ടാൽ ആ രൂപത്തിൽ തന്നെയായിരിക്കും മക്കളും വളരുക. മഹാനായ നബി തങ്ങൾ പറയുന്നുണ്ട്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി വയുമജ്ജിസാനിഹി. ഒരു തെറ്റും ചെയ്യപ്പെടാത്ത രൂപത്തിലാണ് മക്കളെ പ്രസവിക്കപ്പെടുന്നത്. നിഷ്കളങ്ക മനസ്സോടുകൂടെയാണ് ഓരോ കുട്ടിയും ഈ ലോകത്ത് ജന്മമെടുക്കുന്നത്. റസൂലുള്ളാഹി പറയുന്നു, ഫഅബവാഹു യുഹവ്വിദാനിഹി, അവന്റെ ഉമ്മയും ഉപ്പയുമാണ് പിന്നെ അവനെ മറ്റുള്ള തിന്മയിലേക്ക് നയിക്കുന്നത്, മറ്റുള്ള മതത്തിലേക്ക് കൊണ്ടുപോകുന്നത് അവന്റെ ഉമ്മയും ഉപ്പയുമാണ്. അപ്പൊ ഉമ്മയും ഉപ്പയും എങ്ങനെയാണ്? ഉപ്പ കള്ളുകുടിയനാണെങ്കിൽ മക്കൾ കള്ളുടിക്കും. അതുപോലെ തന്നെ ഉമ്മ ഗീബത്തും നമീമത്തും പറയുന്ന ആളാണെങ്കിൽ മക്കളും ഗീബത്തും നമീമത്തും പറയും. ഉമ്മ ഭർത്താവിനെ, സ്വന്തം പിതാവിനെ വഞ്ചിച്ചുകൊണ്ട് ജീവിക്കുന്ന ഉമ്മയാണെങ്കിൽ മകൾക്കും ആ സ്വഭാവം ഉണ്ടാകും, മകനും ആ സ്വഭാവം ഉണ്ടാകും. അതുകൊണ്ട് ഇവിടെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കളെ മാതൃകാപരമായി ജീവിക്കുക എന്നുള്ളതാണ്. മക്കളോട് നിസ്കരിക്കാൻ പറയാ, ഉമ്മിപ്പി നിസ്കരിക്കാതിരിക്കുക. മക്കളോട് നല്ല കാര്യങ്ങൾ പറയാ, ഉമ്മിപ്പി അത് ചെയ്യാതിരുന്നാൽ മക്കൾ ആ രൂപത്തിൽ വളരും. അതുകൊണ്ട് നമ്മൾ മാതൃകാപരമാകുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത് ശക്തമായ തർബിയത്താണ്. ശക്തമായ പരിപാലനം മാതാപിതാക്കൾ നടത്തേണ്ടതുണ്ട്. ജനിപ്പിക്കേണ്ട, അതല്ലെങ്കിൽ പ്രസവിക്കപ്പെടേണ്ട ഉത്തരവാദിത്തം മാത്രമല്ല ഓരോ രക്ഷിതാക്കൾക്കുമുള്ളത്. മക്കളെ സ്വർഗത്തിലേക്ക് എത്തിക്കേണ്ട കടമയും ഓരോ രക്ഷിതാക്കൾക്കുമുണ്ട്. അതാണ് മഹാനായ അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്, കു അൻഫുസക്കും വ അഹ്ലീക്കും നാറ, നിങ്ങൾ നിങ്ങളെ ശരീരത്തിനെയും നിങ്ങളെ കുടുംബക്കാരെ ശരീരത്തിനെയും നരകത്തിൽ നിന്ന് കാക്കണേ. ഇത് അള്ളാഹു പറഞ്ഞതാണ്. അപ്പൊ മക്കൾക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കൽ മാത്രമല്ല ഓരോ രക്ഷിതാക്കളുടെയും ഉത്തരവാദിത്വം. മക്കൾക്ക് നല്ല വീട് നിർമ്മിച്ചു കൊടുക്കലല്ല ഓരോ രക്ഷിതാക്കളുടെയും ഉത്തരവാദിത്വം. മക്കൾക്ക് ബൈക്ക് വാങ്ങിക്കൊടുക്കലല്ല ഓരോ രക്ഷിതാക്കളുടെയും ഉത്തരവാദിത്വം. മക്കൾക്ക് ക്യാഷ് കൊടുക്കലല്ല ഓരോ രക്ഷിതാക്കളുടെയും ഉത്തരവാദിത്വം. ഇന്ന് പല രക്ഷിതാക്കളും അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. മക്കൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുക, നല്ല വീട് നിർമ്മിച്ചു കൊടുക്കുക, അതുപോലെ നല്ല വാഹനം വാങ്ങിക്കൊടുക്കുക, വീട്ടിൽ AC വെച്ചു കൊടുക്കുക, നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കുക, എന്നാ നല്ല രക്ഷിതാവായി എന്നാണ് പല ആളുകളും ചിന്തിച്ചിട്ടുള്ളത്. അത് യഥാർത്ഥ രക്ഷിതാവിന്റെ അടയാളത്തിൽപ്പെട്ടതല്ല. മൂന്നാമത് ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടത് ശക്തമായ തർബിയത്ത്, ശക്തമായ പരിപാലനം നടത്തണം. അത് തന്നെ ക്ഷമയോടുകൂടെ പരിപാലിക്കണം. അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞു, വഅ്മുർ അഹ്ലക ബിസ്സലാത്ത്, നീ നിന്റെ മക്കളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ. എത്ര രക്ഷിതാക്കളുണ്ട് മക്കളോട് നിസ്കരിക്കാൻ പറയുന്നത്? എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പറയാണ്, വസ്തബിർ അലൈഹ, അതിന്റെ മേൽ ക്ഷമ നീ കൈകൊള്ളണം. ക്ഷമയോടുകൂടെ മക്കളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. ഒരു പ്രാവശ്യം പറഞ്ഞാൽ മക്കൾ അനുസരിച്ചിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം പറയണം, മൂന്നാമത്തെ പ്രാവശ്യം പറയണം, നാലാമത്തെ പ്രാവശ്യം പറയണം, ചിലപ്പോൾ 100 പ്രാവശ്യം പറയേണ്ടി വരും. വസ്തബിർ അലൈഹ, ക്ഷമയോടെ നല്ല രൂപത്തിൽ മക്കളോട് നിസ്കരിക്കാൻ കൽപ്പിക്കുക. മക്കൾക്ക് ശക്തമായ തർബിയത്ത് കൊടുക്കണം. നല്ല കാര്യങ്ങൾ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. മക്കൾക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കണം. വല്യമ്മയോട് എങ്ങനെ പെരുമാറണം, വല്യപ്പയോട് എങ്ങനെ പെരുമാറണം, വലിയവരെ കണ്ടാൽ എങ്ങനെ പെരുമാറണം, എളാപ്പ മൂത്താപ്പയോട് എങ്ങനെ പെരുമാറണമെന്ന് മാതാപിതാക്കള് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ശക്തമായ തർബിയത്തിലായി മക്കള് വളർന്നു കഴിഞ്ഞാൽ ആ മക്കള് പിന്നെ കള്ളു കുടിക്കാൻ പോകൂല, പെണ്ണ് പിടിക്കാൻ പോകൂല, വ്യഭിചാരം നടത്താൻ പോകൂല, അതുപോലെ തന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പോകൂല. അള്ളാഹു നമ്മളെ മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ. നാലാമത്തെ കാര്യം, ഓരോ രക്ഷിതാക്കളും അടിവരയിട്ട് മനസ്സിലാക്കണം, മക്കൾക്ക് നല്ല അറിവ് പഠിപ്പിച്ചു കൊടുക്കുക.
ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പല രക്ഷിതാക്കളും മക്കൾക്ക് അറിവ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഭൗതികമായ വിദ്യാഭ്യാസം മാത്രം ആഗ്രഹിച്ച് ജീവിക്കുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട്. അതിനുവേണ്ടി എത്ര ക്യാഷ് ചെലവാക്കാനും രക്ഷിതാക്കൾ തയ്യാറാണെങ്കിൽ അള്ളാഹുവിന്റെ അറിവ് അഥവാ ആത്മീയപരമായ ഇസ്ലാമികപരമായ അറിവ് പഠിപ്പിക്കാൻ ഇന്ന് പല രക്ഷിതാക്കളും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. 5ാം ക്ലാസ് വരെ മദ്രസ കഴിഞ്ഞാൽ മദ്രസ മതി എന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കളുണ്ട്. അതുപോലെ തന്നെ 7ാം ക്ലാസ് കഴിഞ്ഞാൽ മദ്രസ മതി എന്ന് ചിന്തിക്കുന്ന പല രക്ഷിതാക്കളുണ്ട്. ആ രക്ഷിതാക്കളുടെ മക്കള് സ്കൂളിലൊക്കെ നല്ല മാർക്കോടെ പാസ്സായി 10ാം ക്ലാസ്സിൽ 10 A+ കിട്ടി, ഡിഗ്രി ഒക്കെ പഠിച്ച് ഉന്നത ജോലി കരസ്ഥമാക്കിയതിനു ശേഷം അവൻ വിദേശ രാജ്യത്തേക്ക് ജോലി അന്വേഷിച്ചു പോവുകയാണ്. അവനും അവന്റെ ഭാര്യയും മക്കളൊക്കെ വിദേശ രാജ്യത്ത് പോയി സെറ്റിലാവുകയാണ്. പിന്നെ ഇവിടെ രക്ഷിതാക്കൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുകയാണ്. അവരെ സംരക്ഷിക്കാനോ അവരെ പരിപാലിക്കാനോ മക്കളില്ലാത്തൊരു അവസ്ഥയാണ്. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, ഉമ്മയെ ബഹുമാനിക്കണം, ഉമ്മയെ ആദരിക്കണം, ഉമ്മക്ക് സംരക്ഷണം നൽകണം, ഉപ്പയെ സംരക്ഷിക്കണം, കുടുംബ ബന്ധം പുലർത്തണം, അയൽവാസി ബന്ധം പുലർത്തണം, വ്യഭിചരിക്കാൻ പാടില്ല, അതുപോലെ തന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പാടില്ല, മദ്യം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്നത് ഇസ്ലാമികപരമായ വിജ്ഞാനത്തിലൂടെയാണ്, മദ്രസയിലൂടെയാണ്, അറബി കോളേജുകളിലൂടെയാണ്. അതിനെ നിസാരവൽക്കരിക്കുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട്. നീ ഖേദിക്കേണ്ടി വരും, നീ സങ്കടപ്പെടേണ്ടി വരും. അതുകൊണ്ട് മക്കൾക്ക് ആത്മീയപരമായ അറിവ് പഠിപ്പിക്കുക. അതിന്റെ അർത്ഥം ഭൗതികമായ വിദ്യാഭ്യാസം പഠിപ്പിക്കണ്ട എന്നല്ല, അതും വേണം ഇതും വേണം. ഇവിടെ പല ആളുകളും ഭൗതികമായ വിദ്യാഭ്യാസത്തിന് സ്ഥാനം കൊടുത്തുകൊണ്ട് ഇസ്ലാമികപരമായ വിജ്ഞാനം അവിടെ ഇടുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അത്തരക്കാര് ഖേദിക്കേണ്ടി വരുമെന്ന് വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ നമ്മൾ ഇസ്ലാമികപരമായ വിജ്ഞാനം മക്കൾക്ക് കൊടുക്കുന്ന സമയത്ത് മക്കൾ അത് ജീവിതത്തിൽ പകർത്തുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. വീട്ടിലേക്ക് കയറി വരുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയാൻ മക്കൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് വീട്ടിൽ വരുമ്പോൾ മക്കൾ പറയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. നിസ്കരിക്കാൻ മക്കൾക്ക് നമ്മൾ മദ്രസ സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ മക്കൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നുണ്ടോ എന്നുകൂടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. മക്കൾ ഖുർആൻ ഓതുന്നുണ്ടോ എന്ന് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. അപ്പോഴേ ആ മക്കൾ നല്ലവരായി തീരൂ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. 5ാമത്തെ കാര്യം, തെറ്റിലേക്ക് പോകുന്നത് കണ്ടാൽ അത് തടയാനുള്ള ഒരു ഗഡ്സ്, ഒരു തന്റെ ഇടം രക്ഷിതാക്കൾ കാണിക്കുക എന്നുള്ളതാണ്. നമ്മളെ മുന്നിൽ വെച്ചുകൊണ്ട് മകൻ ഉമ്മയെ ചീത്ത പറയുമ്പോൾ അത് ചെയ്യാൻ പാടില്ല എന്ന് ഉപ്പ പറയണം. ഉപ്പയുടെ കുറ്റം മകൻ ഉമ്മയോട് പറയുമ്പോൾ അങ്ങനെ പറയാൻ പാടില്ല എന്ന് ഉമ്മ പറഞ്ഞു കൊടുക്കണം. ഉപ്പ പറയണം, നിന്റെ ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലാണോ നിന്റെ സ്വർഗം, നീ നിന്റെ ഉമ്മയെ ചീത്ത പറയാൻ പാടില്ല എന്ന് ഉപ്പ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിന്റെ ഗൗരവം മക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. മക്കൾ കള്ള് കുടിക്കാൻ പോകുമ്പോൾ അത് ചെയ്യാൻ പാടില്ല, അതിന്റെ തെറ്റുകൾ ഭവിഷ്യത്തുകൾ രക്ഷിതാക്കൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. മക്കള് തിന്മ ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ ഓരോ തിന്മയുടെയും അപകടങ്ങൾ രക്ഷിതാക്കൾ മക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ഇൻഷാ അല്ലാഹ് നമ്മളെ മക്കള് നല്ല മക്കളായി തീരും. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ സ്നേഹമുള്ള മക്കളാകും. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അവരുടെ ജീവിതം കണ്ടുകൊണ്ട് നമ്മൾക്ക് സന്തോഷിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഞാൻ വളരെ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന ക്ലാസ്സുകളിലൊക്കെ നമുക്ക് അതുമായി ചർച്ചകൾ നടത്താം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി എന്റെ പ്രിയമുള്ളവരെ, സൈക്കോളജിക്കലായ 5 കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1ാമത്തെ കാര്യം, മാതാപിതാക്കള് മക്കളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആകുക എന്നുള്ളതാണ്. ഇന്ന് പല രക്ഷിതാക്കളും മക്കളോട് മിണ്ടുന്നില്ല. ഉപ്പ മകനോട് മിണ്ടിയിട്ട് വർഷങ്ങളായിട്ടുണ്ടാവും ശരിക്കൊന്നും മിണ്ടിയിട്ട്. അങ്ങനെയല്ല, നമ്മളായിരിക്കണം നമ്മളുടെ മക്കളുടെ ഏറ്റവും നല്ല കൂട്ടുകാര്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയായിരുന്നു. കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ അഹ്ലിഹി കസബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെ പോലെയായിരുന്നു തന്റെ കുടുംബത്തിലെ പേരമക്കളുടെ ഇടയിലെ മക്കളുടെ ഇടയിലെ. അങ്ങനെ മക്കളുടെ ഏറ്റവും നല്ല കൂട്ടുകാരായി കഴിഞ്ഞാൽ പിന്നെ മക്കൾ ഒരിക്കലും നമ്മൾ പറയുന്നതിനെതിരെ ചെയ്യുകയില്ല എന്നുള്ളതാണ്. ഇന്ന് പ്രിയമുള്ളവരെ, അതിനെതിരാണ് നമ്മുടെ നാടുകളിലൊക്കെ നടക്കുന്നത്. മാതാപിതാക്കൾ മക്കളെ ശത്രുക്കളായി മാറുന്നു. മറ്റുള്ള ആളുകളാണ് അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സുകളായി മാറുന്നത്. അതും കള്ളു കുടിക്കുന്ന, കഞ്ചാവ് വലിക്കുന്ന, ആത്മീയപരമായി ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത, നിസ്കരിക്കാത്ത ആളുകളൊക്കെയാണ് നമ്മളെ മക്കളുടെ ബെസ്റ്റ് ഫ്രണ്ട്സുകളായി മാറുന്നത്. അതിൽ നിന്നൊരു വ്യത്യാസം നമ്മളെ മക്കളിൽ ഉണ്ടായി കഴിഞ്ഞാൽ, നമ്മളുടെ മക്കളുടെ നല്ല ഒരു കൂട്ടുകാര് നമ്മളായി കഴിഞ്ഞാൽ, എല്ലാം തുറന്ന് സംസാരിക്കാനുള്ള അവസരങ്ങൾ മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മളെ മക്കള് നമ്മൾ വരച്ച വരയിലേ നിൽക്കുള്ളൂ. നമ്മൾ പറഞ്ഞ സ്ഥലത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകയില്ല എന്നുള്ളതാണ് 1ാമത്തെ കാര്യം. 2ാമത്തെ കാര്യം, സമ്മാനങ്ങൾ, ഗിഫ്റ്റുകൾ മക്കൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്.
പരീക്ഷയിൽ ജയിച്ചാൽ ആ കുട്ടിക്ക് ഒരു സമ്മാനം കൊടുക്കുക. ഫുള്ള് A+ കിട്ടണമെന്നൊന്നുമില്ല, പരീക്ഷയിൽ ജയിച്ചാൽ ഒരു സമ്മാനം വാങ്ങി കൊടുക്കുക. ഇനി എല്ലാ വിഷയത്തിലും ജയിക്കണമെന്നില്ല, ഒരു വിഷയത്തിൽ ജയിച്ചാൽ തന്നെ ആ കുട്ടിക്ക് ഒരു സമ്മാനം വാങ്ങി കൊടുക്കുക. ഇനി എല്ലാ വിഷയത്തിലും തോറ്റു നിൽക്കുക, എന്നാലും ആ കുട്ടിയെ സന്തോഷിപ്പിക്കുക. ഇത് ചില രക്ഷിതാക്കൾ കുട്ടികൾ തോറ്റു കഴിഞ്ഞാൽ കുട്ടികളെ ശകാരിക്കുന്നു, കുട്ടികളെ ചീത്ത പറയുന്നു, കുട്ടികളെ ഒരുപാട് വിഷമിപ്പിക്കുന്ന ഒരു അവസ്ഥ പല വീടുകളിലും കാണാറുണ്ട്. ആ മക്കളാണ് പിന്നെ ഈ രക്ഷിതാവിന്റെ ഏറ്റവും വലിയ ശത്രുവായി മാറുന്നത്. അതുകൊണ്ട് അത്തരം ഒരു പ്രവർത്തനം നമ്മളുടെ ഇടയിൽ നിന്ന് ഉണ്ടാകാൻ പറ്റൂല. മക്കൾക്ക് ഇടക്കിടക്ക് ഗിഫ്റ്റുകൾ വാങ്ങി കൊടുക്കുക, സമ്മാനങ്ങൾ വാങ്ങി കൊടുക്കുക. മക്കളുടെ ബർത്ത്ഡേ വരുമ്പോ മക്കൾക്ക് നല്ലൊരു സമ്മാനം വാങ്ങി കൊടുക്കുക, നല്ലൊരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുക. അതും ഈ കാലത്ത് കൂട്ടുകാരാ വാങ്ങി കൊടുക്കുന്നത്, രക്ഷിതാക്കൾ ചെയ്യുന്നില്ല. കൂട്ടുകാർ അവരുടെ ബർത്ത്ഡേ ഉഷാറായി ആഘോഷിക്കുകയാണ്, വളരെ ജോറായി ആഘോഷിക്കുകയാണ്. മാതാപിതാക്കൾ ഇത് മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ബർത്ത്ഡേ ആഘോഷിക്കാൻ പാടില്ല, ബർത്ത്ഡേക്ക് ഡ്രസ്സ് വാങ്ങി കൊടുക്കാൻ പാടില്ല എന്നൊന്നും ഇസ്ലാമിൽ ഇല്ലല്ലോ. ഇന്നത്തെ ന്യൂ ജനറേഷൻ മക്കൾ അതൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. പഴയ കാലത്ത് ഇപ്പൊ ഇതൊക്കെ ഉണ്ടായിട്ടാണോ രക്ഷിതാക്കളെ സ്നേഹിച്ചത്, അവർ നിസ്കാരം തുടങ്ങിയത്, നല്ല നിലക്ക് വളർന്നത് എന്ന് പല ആളുകൾക്കും ചിന്തിക്കാണ്ടാവും. കാലത്തിനനുസരിച്ച് ഇസ്ലാമികപരമായ മാറ്റങ്ങളൊക്കെ നമ്മൾ നടത്തുന്നത് നല്ലതാണ്. ഇസ്ലാമിൽ തെറ്റില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ. ഈ കാലഘട്ടത്തിലുള്ള മക്കള് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അത് നമ്മളെ മക്കൾക്ക് ചെയ്തു കൊടുക്കുക, അത് തെറ്റൊന്നുമല്ല. അപ്പൊ നല്ലൊരു ഡ്രസ്സ് വാങ്ങി കൊടുക്കുക. നോമ്പ് കഴിഞ്ഞാൽ പെരുന്നാൾ വരുമ്പോ നമ്മളെ കഴിവിനനുസരിച്ച് നമ്മളുടെ വരുമാനത്തിനനുസരിച്ചുള്ള ഒരു ഡ്രസ്സ്, നല്ല ഭക്ഷണം മക്കൾക്ക് കൊടുത്താൽ ഇൻഷാ അല്ലാഹ് മക്കൾ നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടാവും. എപ്പോഴും നമ്മളെ പിന്നാലെ പൂച്ച നടക്കുന്നത് പോലെ നമ്മളിങ്ങനെ ഒട്ടി നടക്കുന്നുള്ളതാണ്. അള്ളാഹു നമ്മളെ മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ. അത് തന്നെയാണല്ലോ ഓരോ രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നത്. നമ്മളെ മക്കള് എപ്പോഴും നമ്മളെ കൂടെ വേണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. കാലോചിതമായ ചില മാറ്റങ്ങളൊക്കെ ഇസ്ലാമിൽ തെറ്റില്ലാത്ത രൂപത്തിൽ നാം ചെയ്യേണ്ടതുണ്ട്. അതുപോലെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് മക്കളോടുകൂടെ സംസാരിക്കാൻ സമയം കണ്ടെത്തുക എന്നുള്ളത്. മക്കളോടുകൂടെ കളിക്കാൻ സമയം കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് പല രക്ഷിതാക്കൾക്കും പല ഉപ്പമാർക്കും മക്കളോട് സംസാരിക്കാൻ സമയമില്ല, മക്കളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ സമയമില്ല. ജോലി തിരക്കാണ്, ബിസിനസിന്റെ തിരക്കാണ് എന്ന് പറഞ്ഞ് പല രക്ഷിതാക്കളും മക്കളിൽ നിന്ന് അകന്നു നിൽക്കുന്നതായി കാണാം. ആ മക്കളാണ് പിന്നെ വഴിപിഴച്ചു പോകുന്നത്. രക്ഷിതാവ് അവനെ ശ്രദ്ധിക്കുന്നുണ്ട്, രക്ഷിതാവ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് എന്നുള്ള ഒരു ചിന്ത മക്കൾക്ക് ഉണ്ടെങ്കിൽ ആ മക്കൾ പിന്നെ എങ്ങനെയാണ് വഴിപിഴച്ചു പോകുക? അതുകൊണ്ട് മക്കളോട് സംസാരിക്കാനും മക്കളോട് സ്പെൻഡ് ചെയ്യാനും സമയം കണ്ടെത്തുക, മക്കളുടെ കൂടെ ടൂർ പോകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നത്തെ ചെറുപ്പക്കാർ, ഇന്നത്തെ വളർന്നു വരുന്ന മക്കള്, ന്യൂ ജനറേഷൻ മക്കൾ ആഗ്രഹിക്കുന്ന വലിയൊരു സംഭവമാണ് യാത്ര പോകുക എന്നുള്ളത്. രക്ഷിതാക്കൾ യാത്ര പോകുന്നതിന് പിന്നെ മക്കൾ കൂട്ടുകാരപ്പല്ലാതെ ആരപ്പ പോകുക? അതുകൊണ്ട് രക്ഷിതാക്കള് മാസത്തിലൊരിക്കൽ, അതല്ലെങ്കിൽ ഒരു 6 മാസം കൂടുമ്പോൾ, കൊല്ലത്തിലൊരിക്കലെങ്കിലും കുടുംബമൊത്ത്, ഫാമിലിയൊത്ത് ഒരു ടൂർ പോകുക, ഒരു യാത്ര സംഘടിപ്പിക്കുക. അത് പുണ്യമുള്ള കാര്യമാണ്. നിസ്കാരം കള്ളാക്കരുതേ എന്നുള്ളൂ. യാത്ര പുണ്യമുള്ള കാര്യമാണ്. നിങ്ങൾ ഭൂമി നടന്ന് സഞ്ചരിക്കണേ, ഭൂമിയിലുള്ള അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളൊക്കെ കാണണേ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ടൂർ പോകുക. അതുപോലെ തന്നെയാണ് മക്കളുടെ കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു മാതൃകയാണ്. ഇന്ന് നമ്മളെ വീടുകളിലെ അവസ്ഥ എന്താണ്? ആദ്യം അമ്മോശൻ ഭക്ഷണം കഴിക്കും, പിന്നെ അമ്മായിമ്മ ഭക്ഷണം കഴിക്കും, പിന്നെ ഭർത്താവ് ഭക്ഷണം കഴിക്കും, പിന്നെ ഭാര്യ ഭക്ഷണം കഴിക്കും. എല്ലാം കഴിഞ്ഞ് 4 മണിക്കായിരിക്കും ഉച്ചക്കത്തെ ഭക്ഷണം മക്കൾ വന്ന് കഴിക്കുന്നത്. ഈ ഒരു അവസ്ഥ, ഈ ഒരു അന്തരീക്ഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇത് നല്ല ഒരു അന്തരീക്ഷം അല്ലാന്ന്. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഉമ്മയുടെ വായിലേക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുന്നത് മക്കൾ കാണണം. അപ്പോഴാണ് ആ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകുക, അപ്പോഴാണ് ആ മക്കൾ ആത്മീയതയിലൂടെ വളർന്നു വരിക. അള്ളാഹു മക്കളെ നന്നാക്കി തരട്ടെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, പല വീട്ടുകളിലും വഴക്കുകൾ ഉണ്ടാകാറുണ്ട്. മാതാപിതാക്കൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും, പല അക്രമങ്ങളും നടക്കും. ഇതൊന്നും മക്കളുടെ മുന്നിൽ വെച്ച് രക്ഷിതാക്കൾ ചെയ്യാൻ പാടില്ല. ഇന്ന് പല മാതാപിതാക്കളും ശണ്ട കൂടുന്നതും തെറി വിളിക്കുന്നതൊക്കെ മക്കളെ മുന്നിൽ വെച്ചുകൊണ്ടാണ്. മക്കൾ മുന്നിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ മക്കളുടെ മനസ്സ് മോശമാകാൻ അത് കാരണമാണ്. ആ മക്കള് ക്രിമിനലുകളാകാൻ സാധ്യതയുണ്ട്. ലോകത്ത് കൂടുതലും ക്രിമിനലുകൾ ഉണ്ടാകുന്നത് നല്ല അന്തരീക്ഷത്തിൽ നിന്ന് വളരാത്ത മക്കളാണ്. മാതാപിതാക്കൾ മോശമായിരിക്കും, മാതാപിതാക്കൾ എപ്പോഴും വഴക്കായിരിക്കും, മാതാപിതാക്കൾ എപ്പോഴും തെറി വിളിച്ചുകൊണ്ടാണ് ജീവിക്കുക, മാതാപിതാക്കൾ സ്നേഹമില്ലാതെ പിരിഞ്ഞുകൊണ്ട് ജീവിക്കുകയാണ്. ആ മക്കളാണ് കൂടുതൽ ലോകത്ത് ക്രിമിനലാകുന്നത് എന്ന് പഠനം പറയുന്നുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കള് സ്നേഹത്തോടെ, അതിന്റെ അർത്ഥം മക്കൾ കാണാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ മക്കളുടെ മുന്നിൽ വെച്ച് ചെയ്യണമെന്നല്ല. നമ്മൾ സ്നേഹത്തോടെ ജീവിക്കുക, സ്നേഹത്തോടെ പെരുമാറുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് യാത്ര പോവുക, ഒരുമിച്ച് സംസാരിക്കുക. ഇതൊക്കെ നമ്മളെ മക്കൾ കാണുമ്പോൾ
നമ്മളെ മക്കളെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാകും, ഒരു റാഹത്ത് ഉണ്ടാകും, ജീവിതത്തിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. അങ്ങനത്തെ മക്കള് നല്ല രൂപത്തിൽ വളരുകയും നമ്മളോട് കൂടുതൽ സ്നേഹം ഉണ്ടാവുകയും നമ്മളോട് കൂടുതൽ അടുപ്പം ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ കഴിഞ്ഞിട്ടേ പിന്നെ അവർക്ക് മറ്റാരുള്ളൂ. അങ്ങനെ ആയിരിക്കും. നമ്മൾ നല്ല നിലക്ക് ജീവിച്ചാൽ, നമ്മളെ കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമാധാനം ഉണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞിട്ടേ പിന്നെ അവർക്ക് ഫ്രണ്ട്സ് ഉണ്ടാവുള്ളൂ. നമ്മളായിരിക്കും അവർക്ക് വലുത്. നമ്മളുടെ മുകളിൽ പിന്നെ അവർക്ക് ഒന്നും ഉണ്ടാകൂല, ഒരു ബെസ്റ്റി ഉണ്ടാകൂല, ഒരു ഫ്രണ്ട്സും ഉണ്ടാകൂല. അങ്ങനത്തെ മക്കളാക്കി നമ്മളെ മക്കളെ അള്ളാഹു മാറ്റിത്തരട്ടെ. സ്നേഹമുള്ള മക്കളാക്കട്ടെ. ഞങ്ങളെ മക്കളെ നന്നാക്കണേ റഹ്മാനെ. കാബാലികന്മാരുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലാ. കാട്ടാളന്മാരുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് ഞങ്ങളെ മക്കളെ കാത്ത് രക്ഷിക്കണേ അല്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.